ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയം ഞാൻ പാസ്റ്റർ ലിനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മെന്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാ നമ്മോട് സംസാരിക്കുന്ന വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. വളരെ സുപരിചിതമായ ദൈവജനമാണ് ഇന്ന് വായിച്ച് കേട്ടത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രഭാത സമയം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒഴിഞ്ഞ പാത്രമായിട്ടാണോ ഇരിക്കുന്നത്, അതോ നിറഞ്ഞ അവസ്ഥയിലാണോ? ദൈവം അത്ഭുതം ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്താണ്? വലിയ വിശ്വാസികളെയാണോ, വലിയ സമ്പത്തിനെയാണോ, വലിയ കഴിവുകളെയാണോ? ഒരിക്കലുമല്ല. ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അത്ഭുതകരമായ ഒരു സത്യമാണ്. ദൈവം ആദ്യം അന്വേഷിച്ചത് എണ്ണയല്ല, ഒഴിഞ്ഞ പാത്രങ്ങളെയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശൂന്യത വന്നാൽ ഒരുപക്ഷെ നാം വിഷമിച്ച് നിൽക്കാറുണ്ട്. പക്ഷെ ദൈവം ശൂന്യതയെ പ്രശ്നമായിട്ടല്ല കാണുന്നത്, അത് നിറയ്ക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ദൈവം കാണാറുള്ളത്. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധവയുടെ ജീവിതം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. കാരണം എന്താണ്? അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു പോയപ്പോൾ ആ ഭർത്താവ് വരുത്തിവെച്ച കടങ്ങൾ ഏറെയായിരുന്നു. അങ്ങനെ കടം കൊടുത്തവർ വീട്ടുവാതിൽക്കൽ എത്തിയിരിക്കുന്ന അവസ്ഥ. അവർ പണമല്ല ചോദിച്ചത്, അവളുടെ 2 മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാനാണ് വന്നത്. നിസ്സഹായമായ ആ അമ്മയുടെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ആ അമ്മ ഉടനെ ഏലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ഒരുപക്ഷെ അവൻ പ്രതീക്ഷിച്ചത്, ഞാൻ നിന്റെ കടം വീട്ടാം എന്ന് ഏലീശ പറയുമെന്നായിരിക്കാം. പക്ഷെ ഏലീശ ആദ്യം ചോദിച്ചത് മറ്റൊന്നായിരുന്നു. നിന്റെ വീട്ടിൽ എന്തുണ്ട്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ കണ്ണുനീരോടെ പറഞ്ഞു, ഒരു ചെറിയ കുടം എണ്ണ മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ കണ്ണിൽ ഒരുപക്ഷെ അത് വളരെ ചെറുതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അത് മതിയായിരുന്നു. അപ്പോൾ എലീശ പറഞ്ഞു, നീ പുറത്തുപോയി നിന്റെ അയൽക്കാരുടെ വീടുകളിലൊക്കെ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ വായ്പ വാങ്ങുക. കുറച്ചല്ല, വളരെ വാങ്ങുക. എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കുറഞ്ഞു പോകരുത്. ചിന്തിച്ചു നോക്കൂ, ദൈവം അവളോട് കൂടുതൽ എണ്ണ ശേഖരിക്കാൻ പറഞ്ഞില്ല, ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കാനാണ് പറഞ്ഞത്. അവൾ വീട്ടുതോറും നടന്നു, വലിയ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളും കിട്ടുന്നതെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ വീടിന്റെ വാതിൽ അടച്ചു. പിന്നീട് ആ ചെറിയ കുടത്തിലെ എണ്ണ ഓരോ പാത്രത്തിലേക്കും ഒഴിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എണ്ണ ഒഴുകിക്കൊണ്ടേ ഇരുന്നു. ഒരു പാത്രം നിറഞ്ഞു, 2ാമത്തെ നിറഞ്ഞു, 3ാമത്തെ നിറഞ്ഞു. അങ്ങനെ ഓരോ പാത്രവും നിറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൾ ചോദിച്ചു, ഇനിയും പാത്രമുണ്ടോ? മക്കൾ പറഞ്ഞു, ഇനിയും ഒരു പാത്രവുമില്ല. അപ്പോൾ മാത്രമാണ് എണ്ണ നിന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ബൈബിൾ ഒരിക്കലും പറയുന്നില്ല എണ്ണ തീർന്നത് കൊണ്ടാണ് അത്ഭുതം നിന്നതെന്ന്. പാത്രങ്ങൾ തീർന്നപ്പോഴാണ് എണ്ണ നിന്നു പോയത്. ഇത് വളരെ വലിയൊരു ആത്മീയ സത്യമാണ്. ദൈവത്തിന്റെ ഉറവിടം ഒരിക്കലും തീരുന്നതല്ല. സ്വീകരിക്കാൻ തയ്യാറായ പാത്രങ്ങൾ ഇന്നും ഉണ്ടെങ്കിൽ ദൈവം അതിനെ നിറയ്ക്കുവാൻ ഇന്നും തയ്യാറാണ്. ഇത് ദൈവം അന്വേഷിക്കുന്നത് കഴിവുള്ളവരെയല്ല, ഒഴിഞ്ഞവരെയാണ്. സ്വയം നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിനൊന്നും പകരാൻ കഴിയത്തില്ല, ഒന്നും ഒഴിക്കാൻ കഴിയത്തില്ല. അഹങ്കാരം നിറഞ്ഞ മനസ്സ്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങൾ, എനിക്കെല്ലാം അറിയാമെന്ന തോന്നലുകൾ എന്ന ചിന്തയുള്ളവർ, ഇവിടെയൊന്നും ദൈവത്തിന്റെ എണ്ണ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം ഒഴുകി വരത്തില്ല. പക്ഷേ തകർന്ന ഒരു ഹൃദയത്തിന് മുമ്പിൽ, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ആത്മാവിന്റെ മുമ്പിൽ, കർത്താവെ എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ, അവിടെയാണ് അഭിഷേകം ഒഴുകി വരുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതയാണോ, അതോ നിങ്ങൾ ഒഴിഞ്ഞ കൈകളിലായി ഇരിക്കുകയാണോ? ഒഴിഞ്ഞ ഹൃദയമാണോ നിങ്ങളുടേത്, അതോ അവസരങ്ങളൊന്നുമില്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുകയാണോ? ദൈവം പലപ്പോഴും തന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് ഒഴിഞ്ഞ പാത്രങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ശൂന്യത ദൈവത്തിന്റെ പ്രവർത്തനത്തിനുള്ള സ്ഥലമായി മാറട്ടെ. ഈ വിധവയുടെ വീട്ടിൽ അത്ഭുതം ആരംഭിച്ചത് ചെറിയ കുടം എണ്ണ കൊണ്ടല്ല, ഒഴിഞ്ഞ പാത്രങ്ങൾ കൊണ്ടാണ്. ഇന്ന് ദൈവം ചോദിക്കുന്നു, നീ എനിക്ക് നിറയ്ക്കാൻ കഴിയുന്ന ഒരു ഒഴിഞ്ഞ പാത്രമായി മാറാൻ തയ്യാറാണോ? ഇന്ന് ദൈവജനം കേൾക്കുന്ന ദൈവപൈതലെ, നിങ്ങളുടെ ശൂന്യതകളെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും കരയരുത്. നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ദൈവം നിങ്ങളുടെ ജീവിതം നിറയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിങ്ങളുടെ ശുശ്രൂഷയിൽ പുതിയ അഭിഷേകം ഒഴുകി വരും. നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശൂന്യതയെ എന്നിൽ ഏൽപ്പിക്കൂ, ഞാൻ അതിനെ എന്റെ നിറവ് കൊണ്ട് നിറയ്ക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ, ഈ വചനത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയം നിന്റെ അഭിഷേകത്തിനായി ഒരുക്കപ്പെട്ട ഒരു ഒഴിഞ്ഞ പാത്രമായി മാറട്ടെ. അഹങ്കാരവും സ്വയം പര്യാപ്തതയും ഒക്കെ നീക്കി നിന്റെ ആത്മാവിന് നിറയുവാൻ ഒരിടം തരണമേ.
ഞങ്ങളുടെ ജീവിതത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പാത്രമായി മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.